ഹായ് ഫ്രണ്ട്സ്, സാബിഡ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണെന്ന് നോക്കാം നമുക്ക്. അതിനു മുമ്പേ തന്നെ വേറൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ബാക്കപ്പ് ചാനലായ സാബ് മീഡിയ എന്ന ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു ഗിവ് അവേ വീഡിയോ ആണ്. എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതിൽ കമൻറ്റ് ചെയ്താൽ നമുക്ക് അതിലൂടെ ഒരു പ്രൈസ് കൊടുക്കുന്നുണ്ട്. ഗോട്ട് എന്ന സിനിമയുടെ ടിക്കറ്റാണ് പ്രൈസായിട്ട് കൊടുക്കുന്നത്. ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം. ഒന്നാമത്തെ സിനിമ ഒരു ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. സെക്ടർ 36 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ സെപ്റ്റംബർ മാസം 13 റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അടുത്തൊരു കോമഡി ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കൊറിയൻ മൂവിയാണ്. ഓഫീസർ ബ്ലാക്ക് ബെൽറ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ സെപ്റ്റംബർ മാസം 13 റിലീസ് ചെയ്യുന്നത്. റിലീസ് ചെയ്യുന്ന സമയത്ത് മറ്റു ഭാഷകളിൽ വരുമോ എന്നുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് വന്നിട്ടില്ല. ചിലപ്പോൾ ഈ സിനിമയുടെ ഹിന്ദി വേർഷനും അവൈലബിൾ ആകാൻ ചാൻസ് ഉണ്ട്. വെയിറ്റ് ചെയ്യാം. അടുത്തത് ഒരു ഹിന്ദി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. ബെർലിൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. C5 വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. സെപ്റ്റംബർ മാസം 12 ഹിന്ദി ഭാഷയിൽ മാത്രമായിരിക്കും ഈ ഒരു സിനിമ റിലീസ് ചെയ്യുക. അടുത്തൊരു തെലുങ്ക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. സത്യ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴി ഈ ഒരു സിനിമ സെപ്റ്റംബർ മാസം 7 റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തത് നമ്മുടെ രവി തേജ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് തിയേറ്ററിൽ ഒരു വലിയൊരു പരാജയം നേരിട്ട സിനിമയായിരുന്നു മിസ്റ്റർ ബച്ചൻ എന്ന് പറഞ്ഞ സിനിമ. ഒരു ആക്ഷൻ ഒരു ആക്ഷൻ എൻ്റർടൈൻമെൻറ്റ് വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. സെപ്റ്റംബർ മാസം 13 ഈ സിനിമ OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കാനുള്ള അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. OTT റിലീസ് ചെയ്യുന്ന സമയത്ത് തെലുങ്ക് ഭാഷ കൂടാതെ മറ്റ് ഭാഷകളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അടുത്തത് മലയാളത്തിൽ നിന്ന് റിലീസ് ചെയ്ത ഇപ്പോൾ തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കോമഡി മൂവിയായിരുന്നു നുണക്കുഴി എന്ന് പറഞ്ഞ സിനിമ. ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത സിനിമയാണ്. നമ്മുടെ ബേസിൽ ജോസഫും ഗ്രേസ് ആൻ്റണിയും ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഈ സിനിമയുടെ OTT റൈറ്റ്സ് കുറേ കാലമായിട്ട് എന്താ പറയുക, ഏത് OTT പ്ലാറ്റ്ഫോമാണെന്നുള്ളത് പിന്നെ കൺഫേം ആയിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഈ ഒരു സിനിമയുടെ OTT റൈറ്റ്സ് ആരാ സ്വന്തമാക്കിയെന്നുള്ള കൺഫർമേഷൻ വന്നിരിക്കുകയാണ്. C5 ആണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. സാറ്റലൈറ്റ് റൈറ്റ്സ് സി കേരളം ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഓണത്തിനാണ് ഈ ഒരു സിനിമയുടെ റിലീസ് പ്രതീക്ഷിക്കുന്നത്. സെപ്റ്റംബർ മാസം 15 ശേഷം ഈ സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് ഒരു തെലുങ്ക് മൂവിയാണ്. തിയേറ്ററിൽ ഒരു വൻ പരാജയം നേരിട്ട സിനിമയായിരുന്നു ഡബിൾ ഐ സ്മാർട്ട് എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ പിന്നെ എന്താ പറയുക, ഈ സിനിമയുടെ OTT റൈറ്റ്സ് ആമസോൺ പ്രൈമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ ആഴ്ച തന്നെ ഈ സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാം. 2 ഓപ്ഷനിലായിരിക്കും ഈ സിനിമ വരിക എന്നുള്ളതാണ്. അതായത് ഒരു സർപ്രൈസ് റിലീസ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്തത് ഒരു മലയാള സിനിമയുടെ തമിഴ് ഡബ്ഡ് വേർഷനാണ്. നെറ്റ്ഫ്ലിക്സിൽ കോവിഡ് കാലത്ത് റിലീസ് ചെയ്ത സിനിമയായിരുന്നു ഇരുൾ എന്ന് പറഞ്ഞ സിനിമ. ഫഹദ് ഫാസിൽ, ദർശന, രാജേന്ദ്രൻ, അതുപോലെ തന്നെ സോബിൻ ഷാഹിർ എന്നിവർ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു ഇരുൾ എന്ന് പറഞ്ഞ സിനിമ. ഡയറക്റ്റ് OTT റിലീസായിരുന്നു നെറ്റ്ഫ്ലിക്സ് വഴി. ഇപ്പോൾ ഈ സിനിമയുടെ തമിഴ് ഡബ്ഡ് വേർഷൻ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ആഹാ തമിഴ് വഴിയാണ് ഈ സിനിമയുടെ തമിഴ് ഡബ്ഡ് വേർഷൻ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. സെപ്റ്റംബർ മാസം 6 ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളുടെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഈ ഒരു ലിസ്റ്റിലെ ഏതൊക്കെ സിനിമകൾക്ക് സീരീസുകൾക്കാണ് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അതുകൂടാതെ എൻ്റെ ബാക്കപ്പ് ചാനലായ സാബ് മീഡിയയിൽ ചെയ്ത വീഡിയോസ് കാര്യങ്ങളൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. ഗിവ് അവേ വീഡിയോ ഉണ്ട്, കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും